വണ്ടി എടുത്തിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ 4 പേരും കൂടെ ഒരു സ്ഥലം വരെ പോകുവാണ് കേട്ടോ. കുറേ വീഡിയോസൊന്നും ഞങ്ങൾ എടുത്തില്ല. ഞങ്ങൾ പോണത് വേറൊരിടത്തുമല്ല. മാർച്ച് 19 അല്ലേ, അപ്പോൾ നമുക്കൊന്ന് കണ്ണമാലി വരെ പോകാം എന്ന് കരുതി. അങ്ങനെ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ 4 പേര് മാത്രമായിട്ട് ആദ്യം പോയത് കണ്ണമാലി പള്ളിയിലേക്കാണ്. അപ്പോൾ പള്ളി എത്തി. അവിടെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. 19-ാം തീയതി തിരക്കായിരിക്കും, രൂപം വെത്താനൊന്നും പറ്റില്ലല്ലോ, ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഞങ്ങൾ തലേദിവസം രാത്രി പിള്ളേരെയുമായിട്ട് കാറൊക്കെ എടുത്ത് പതുക്കെ പോയി. നേരിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പോയപ്പോൾ. പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പോൾ മഴയൊക്കെ മാറി. പിന്നെ ഞങ്ങൾ ഈ ഓടിച്ച് ഇങ്ങനെ പോണത് വേറൊന്നുമല്ല, പള്ളി എത്തിയെങ്കിലും നമുക്ക് കാറ് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ നോക്കി നടക്കുവാണ്, എവിടെ കൊണ്ടേ പാർക്ക് ചെയ്യും. പാർക്കിംഗ് ഏരിയ എല്ലാം എന്താ പറയുക, ഫുള്ളാണ്. അങ്ങനെ പാർക്കിംഗ് ഏരിയ നോക്കി അങ്ങനെ പോകുവാണ്. അങ്ങനെ പോയി കാറ് ഞങ്ങൾ ഒരിടത്ത് കൊണ്ടുപോയി, അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടിട്ട് ഞങ്ങൾ നേരെ പള്ളിയുടെ അകത്തേക്കാണ് പോയത് കേട്ടോ. പള്ളിയുടെ അകത്തേക്ക് ചെന്നപ്പോഴത്തേക്കും അത് കണ്ടോ, അവിടെ സ്റ്റേജിൽ കുറച്ച് അച്ഛന്മാരുടെ ഭക്തിഗാനമേളയാണ് നടക്കുന്നത്. അച്ഛന്മാർ മാത്രം ഉള്ളൂ, വേറെ ആരുമില്ല. അത് എന്താ പറയുക, ഇൻസ്ട്രുമെൻസും എല്ലാം അച്ഛന്മാർ തന്നെയാണ് അത് ചെയ്യുന്നതൊക്കെ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ കണ്ണമാലി പള്ളിയിൽ ഇങ്ങനെ പോകുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമെങ്കിലും ഇന്നേ വരെയും പുണ്യാളനെ പോയി ഇടയ്ക്കൊക്കെ ആ വഴി പോകുമ്പോൾ രൂപമൊക്കെ മുത്താറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു ദിവസം പോണത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് കൂടുതൽ ഇത് തോന്നിയത്, ഇത്രയും ആൾക്കാർ, അതായത് പറഞ്ഞു കേട്ടിട്ടുണ്ട് 1 ലക്ഷത്തിൽ പരം ആൾക്കാർക്കുള്ള സദ്യയാണ് അവിടെ ഒരുക്കുന്നതെന്ന്. പക്ഷെ അവരുടെ ഒരു ഒത്തൊരുമയുണ്ടല്ലോ, പെണ്ണുങ്ങളും ആണുങ്ങളും ആ വാർപ്പുമായിട്ടൊക്കെ നിൽക്കണ നിൽപ്പ് അതുണ്ടോ. ചൂട് പായസമാണ് കൊണ്ടുവന്ന് ആ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് പോകുന്നത്. അങ്ങനെ അവർ എല്ലാവരും, ആ നാട്ടുകാരെല്ലാവരും തന്നെ, എനിക്ക് തോന്നുന്നു ഒരു കുഞ്ഞു കുട്ടികൾ പോലും വീട്ടിലില്ലാണ്ട് എല്ലാവരും തന്നെ അവിടെയുണ്ട്. പിന്നെ ഇത് ഈ കാണുന്നത് കണ്ടോ, ഇത് ഒരു മൺകുടമാണ്, അത് നിറച്ച് പായസമാണ് ഒഴിച്ച് വെക്കുന്നത്. ഇത് ഞങ്ങളവിടെ ഒരു ചേട്ടനോട് ചോദിച്ചു, ഇതെന്താ ചേട്ടാ സംഭവം എന്ന് ചോദിച്ചായിരുന്നേ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഇത് സംഭാവന കൊടുത്തവർക്ക്, അതായത് നേർച്ച കൊടുത്തവർക്കുള്ള ഇതാണ്, പായസമാണത്. അതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് വിതരണം ചെയ്യും. അതാണ് അങ്ങനെ അത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അതൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്നും പോന്നു. പക്ഷേ അത് കണ്ടപ്പോഴൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, നല്ലൊരു ഇത് തോന്നി. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ആ തിരക്ക്, അവിടെ ഭയങ്കര ക്രൗഡാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കടവിലോട്ടൊക്കെ പോകാമെന്ന് കരുതി. അപ്പോൾ ഉണ്ടോ അങ്ങ് അറ്റം, ആ പള്ളിക്ക് ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ ആ അറ്റം വരെയും അങ്ങ് പന്തലിട്ടേക്കുക. അങ്ങനെ പന്തലിട്ട് ഞങ്ങൾ കടവിലേക്ക് പോകുന്നപ്പോൾ ആ അഴി കണ്ടോ, അത് നാളത്തേക്ക് ഇങ്ങനെ ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അതൊക്കെ എല്ലാവരും ഇന്നേ എല്ലാം സെറ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഒന്ന് കടവിലോട്ടൊക്കെ പോകാമെന്നും പറഞ്ഞ് അങ്ങനെ നടക്കുമ്പോൾ അവിടെ കുറേ ആൾക്കാർ, എന്താ പറയുക, കുറേ ആൾക്കാർ അവിടെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ രൂപം മൊത്താൻ പിറ്റേ ദിവസം വരാൻ പറ്റാത്തവരായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പള്ളിയിൽ എപ്പോഴും ഇത്രയും തിരക്കൊക്കെ, ഇപ്രാവശ്യം തിരക്ക് കുറവാണെന്ന് പറയും. അപ്പോൾ നോക്കുമ്പോൾ ഒരു ചെറിയൊരു സ്കൂളാണോ ഓഡിറ്റോറിയം ആണോ എന്തോ, ഒരു വീട് പോലെ, അത് നിറച്ച് ആൾക്കാർ വിളിഞ്ഞിട്ടൊക്കെ നോക്കുന്നു. ഞാനും ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് ചോറ്, ഇതുപോലെ വെന്ത ചോറ് കൊണ്ടുവന്ന് കൊട്ടയിൽ കൊട്ടുവാണ് കേട്ടോ. ഇത് കാണാനാണ് ആൾക്കാരെല്ലാവരും ഈ ജനലിൻ്റെയൊക്കെ അവിടെ വന്ന് നിൽക്കുന്നത്. ആദ്യം തന്നെ ഇവാഞ്ചലും പോയിട്ടൊരു സ്ഥലത്ത് പോയി സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് ഈ ചോറ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചേട്ടന്മാർ കൊട്ടക്ക് കൊണ്ടുവന്ന് കൊട്ടുവാണ് ഈ കാണുന്നത് കേട്ടോ. എന്തോരം ചോറാണ്. ഇനി അങ്ങോട്ട് പനമ്പ് പാ വിരിച്ചിട്ടേക്കുക. ഞങ്ങൾ കണ്ടത് അത്രയേ ഉള്ളൂ. പിന്നെ അവിടെ ഇനിയിപ്പോൾ അത് നിറയും എന്നാണ് പറയുന്നത്. ആ ഒരു പായിട്ടേക്കണ അവിടം വരെയും നിറച്ച് ചോറവർ തൂവും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കടവിലോട്ടൊക്കെ പോയി. കടവിൽ ചെന്നപ്പോൾ നല്ല തണുപ്പ് കാറ്റാണ് കേട്ടോ, നല്ല തണുത്ത കാറ്റാണ്. എന്നുവെച്ചാൽ മഴ കഴിഞ്ഞല്ലേ ഉള്ളൂ, ചെറുതായിട്ടൊന്ന് ചാറിയുള്ളൂ, നല്ല മഴയൊന്നുമല്ല, എന്നാലും
ഒന്ന് ചാറിയൊക്കെ പോയി. അപ്പോൾ ഓരോ ആൾക്കാരൊക്കെ ഇങ്ങനെ അവിടെ വന്ന് വിശേഷമൊക്കെ പറഞ്ഞ് ഫാമിലി ആയിട്ടൊക്കെ അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞൊക്കെ അങ്ങനെ ഇരിക്കുക. ഓരോ ടീംസൊക്കെ ഇങ്ങനെ വട്ടം കൂടി അച്ഛന്മാരുടെ പരിപാടിയൊക്കെ അവിടെ വേറെ നടക്കുന്നു. പല ആൾക്കാരും അവിടെ ചോറൊക്കെ കാണാൻ പോകുന്നു. അങ്ങനെ കുറച്ച് നേരം ആ കാറ്റത്തൊക്കെ അങ്ങനെ നിന്നു. അപ്പം ഇത്രയും ഇതുണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ബേബിക്ക് അവിടെ നിന്നിട്ട് മതിയായി. ബേബിക്ക് എന്തോ ബോറടി തോന്നി. അങ്ങനെ ഞങ്ങൾ പിന്നെ രൂപം മുത്താനായിട്ട് ഞങ്ങൾ രൂപം മുത്താൻ വേണ്ടിയിട്ട് ക്യൂ നിന്നട്ടോ. അപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് തിരക്കായി. ഉണ്ടോ, ഇത് ഔസേപ്പിതാവിൻ്റെ രൂപം മുത്താനുള്ള തിരക്കാണ്. രൂപമൊക്കെ മുത്തി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വേഗം മറ്റേ പൊരിക്കടയിൽ കയറി. പൊരിക്കടയിൽ കയറിയപ്പോൾ ഞാൻ മൊബൈൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇവാനി വേഗം മറ്റേ സ്കാനർ, പൈസ ഇടാനെന്ന സ്കാനർ കാണിച്ചു. പണ്ടത്തെ കുറേ മിഠായികളൊക്കെ കണ്ടു. ജീരക മിഠായി, നമ്മുടെ എന്താ പറയുക, ഈ കളറിൻ്റെ മിഠായി, കളർ മിഠായി, അങ്ങനെ കുറേ മിഠായിയൊക്കെ മേടിച്ചു. ഞങ്ങൾ തിരിച്ചു പോന്നു.